മോഹൻലാലിനെ ഞാൻ തെറി വിളിച്ചിട്ടില്ല. മോഹൻലാലിനെ ഞാൻ തെറി വിളിക്കത്തുമില്ല. ആണ് ഇവര് പറയുന്നത് മോഹൻലാലിനെ തെറി വിളിച്ചെന്നാണ്. മോഹൻലാലിനെ ഞാൻ തെറി വിളിച്ചിട്ടില്ല. മോഹൻലാലിനെ ഞാൻ തെറി വിളിക്കത്തുമില്ല. മോഹൻലാലിനെ തെറി വിളിച്ചായിട്ടൊന്നും എനിക്ക് അതിനകത്ത് പറഞ്ഞിട്ടുമില്ല. മോഹൻലാലിനെ എങ്ങനെയാ തെറി വിളിക്കുന്നത്? പക്ഷേ ഒരു കാര്യം എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. ആ പേര് ഇങ്ങനെ എടുത്തിട്ട് ഒരു ക്വാളിഫിക്കേഷൻ വന്നതുകൊണ്ടായിരിക്കും ഈ ഒരു കാര്യം പറഞ്ഞത്. പക്ഷെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ എടുത്തിട്ട് വളച്ചൊടിച്ചതാവാം. അല്ല, ഇപ്പൊ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിലും ഉള്ള ഒരു പ്രാധാന്യമാണ് ഈ മോഹൻലാലിനെ തെറി വിളിച്ചു, മോഹൻലാലിനെ ആശ്രയിച്ചു വാർത്തകളാണ്. ഇതെല്ലാം വാർത്തകൾ സംബന്ധിച്ചും പോലീസിന്റെ ഇടപെടൽ സംബന്ധിച്ചുമാണ്. ശരിക്കും ഈ കേസ് വന്നപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ പറയാ, നമ്മള് ബസ്സിനുള്ളിൽ ഒരാളെ പേഴ്സൊക്കെ ആക്ടേഴ്സ് വലിച്ചിട്ട് കള്ളൻ കള്ളൻ എന്നും പറഞ്ഞിട്ട് അവർ പുറകെ ഓടിയ സിറ്റുവേഷൻസ് ഒക്കെ പ്രൊമോഷന് വേണ്ടിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സിനിമ പ്രൊമോഷൻസിന് അങ്ങനെ കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അതേപോലെ സിനിമ പ്രൊമോഷൻ പോലെയുള്ള എന്തോ ഒരു ഏർപ്പാട് ഇതിനുള്ളിൽ നടക്കുന്നുണ്ടോന്നാണ് എനിക്കറിയില്ല. എനിക്ക് ഈ ഒരു ഫുൾ അതൊരു സ്ക്രിപ്റ്റഡ് ആണോ നിങ്ങൾക്ക് ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും സ്ക്രിപ്റ്റഡ് ആയി തോന്നുന്നുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും തോന്നുന്നുണ്ട്. കാരണം ഈ വ്യാജ വാർത്തകൾ വിടുന്നത് അതിനോടൊപ്പം പാരലായിട്ട് മറ്റു വാർത്തകൾ ഇതിനെ ഈ പറഞ്ഞ പോലെ അവമാനിച്ചു, മിലിറ്ററി അവമാനിച്ചു, മോഹൻലാൽ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോ എന്താണ് അവർക്ക് അതിന്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്നാലും നമ്മള് എന്താ പറയാ, കാണുമ്പോ നമുക്ക് ഒരു കുറച്ചെങ്കിലും നമ്മള് മനസ്സിലായ ഒരു കാര്യമാണ്. ഇത്രത്തോളം ഒന്നും ഇല്ലാത്തൊരു കേസിനെയാണ് എടുത്തിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് പേടിപ്പിക്കുക. എല്ലാരും ഒന്ന് അടക്കി നിർത്താന്നുള്ള അവര് പിന്നെ പറഞ്ഞ വീഡിയോസിലൊക്കെ ഈ പറയുന്ന സാറുമാര് കൊടുത്തിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ, അതിലൊക്കെ ഒരു ഭീഷണി തന്നെ, ഒരു ലൈഫ് ത്രെട്ടനിങ് ഭീഷണി തന്നെ അതിൽ നിലനിന്നിരുന്നു. ഇതൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവര് ജീവൻഹാനി ഉണ്ടാക്കാനുള്ള ഇതായിട്ടുള്ള കാര്യങ്ങൾ നടത്തും എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഭീഷണിയിലും നിലനിന്ന് പോയിരുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. പിന്നെ പൊതുവായിട്ടുള്ളൊരു ചോദ്യമാണ്, നിങ്ങൾ പോലീസിനെയും കോൺസ്റ്റിറ്റ്യൂഷനെയും ആർമിയൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഈ നിയമവ്യവസ്ഥയിൽ വിശ്വാസം ഉണ്ടോ എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിപ്പോൾ ഏത് അവസ്ഥയിലാണെങ്കിലും, ഇതിപ്പോൾ ആർമിയുടെ ഭാഗത്താണെങ്കിലും പോലീസിന്റെ ഭാഗത്താണെങ്കിലും എന്തെങ്കിലും ഒരു ഇതിനകത്തെല്ലാം മനുഷ്യനാണ് ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ. ഇപ്പൊ ഈ മനുഷ്യനൊരു കുറ്റം ചെയ്താലോ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്താലോ ലോയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല നമ്മൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്നതല്ല അതിന്റെ അഭിപ്രായം പറയുന്നത്. അത് ആ വ്യക്തികൾ ചെയ്യുന്ന പ്രശ്നം കൊണ്ട് ഈ ലോയ്ക്ക് തന്നെ നാണക്കേടുണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ പൊതുവെ ഒറ്റയടിക്ക് എല്ലാവരുടെ നിയമത്തിന് വിശ്വാസം ഇല്ലാത്ത ഒരാള് അല്ലെ ആർമിയെ അപമാനിക്കുന്ന ഒരാള് എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നത് ഒരു ശരിയായ നടപടി ഞാൻ തോന്നുന്നില്ല. മനസ്സിലായി? ഇതിനകത്ത് ഒരാൾ കുറ്റക്കാരൻ അല്ലെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചതിനെ പറ്റി അല്ല, ഞാൻ പറഞ്ഞ അഭിപ്രായത്തിനെ പറ്റി അല്ലേ ഇവരാരും സംസാരിക്കുന്നത്. ഓൾറെഡി മേജർ രവിക്കെതിരെയൊക്കെ നേവി ഓഫീസറൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള സംഭവങ്ങളുണ്ട് ഈ വിഷയമായിട്ട് സംബന്ധിച്ച്. അപ്പോൾ ഞാനൊരു ഈ വാർത്താ ചാനലിലൂടെ ഈ ഇൻസിഡന്റ് കണ്ടപ്പോൾ ഞാൻ പറയുന്ന കമന്റിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്കുകൾ എടുത്തു വെച്ചുകൊണ്ട് ഈ രീതിയിലൊക്കെ വാർത്തകളാക്കി മാറ്റി ഒരാളെ ജയിലിൽ കൊണ്ടിട്ട് രീതിയിൽ ഫോട്ടോ എടുത്ത് പോലീസാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അവിടെ വേറെ മീഡിയക്കാരോ മറ്റാരും അല്ല ഫോട്ടോ എടുത്തിരിക്കുന്നത്, പോലീസുകാരാണ് എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോ സോഷ്യൽ മീഡിയ മുഴുവൻ ഞാൻ കാണുന്നുണ്ട്.